ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അലൻ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മൂവി റിവ്യൂലാണ് L2E എമ്പുരാൻ. ആക്ച്വലി ഞാൻ ഈ സിനിമ വെള്ളിയാഴ്ചയാണ് കണ്ടത്. എനിക്ക് പിന്നെ അത് ചില കാരണത്തിലേക്ക് അന്ന് റിവ്യൂ എടുക്കാൻ പറ്റിയില്ല. സോ ഇന്ന് എമ്പുരാൻ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, എഴുതിയിരിക്കുന്ന മുരളി ഗോപി, പ്രൊഡ്യൂസ് ബൈ ആൻഡ്രി പെരുമാളും ഗോകുൽ ഗോപാലൻ, സിനിമോട്ടോഗ്രാഫി സുദീപ് വാസുദേവ്, എഡിറ്റഡ് ബൈ അഖിലേഷ് മോഹൻ, മ്യൂസിക് ബൈ ദീപക് ദേവ്. ദീപക് ദേവിൻ്റെ മ്യൂസിക്കാണ് ക്ലാസ് മ്യൂസിക്കാണ്. എസ്പെഷ്യലി ഇതിനകത്ത് മോഹൻലാൽ നമ്മുടെ ലാലേട്ടന് കൊടുത്ത ഇൻട്രോ അത് നല്ല ക്ലാസ് രീതിയിലുള്ള മ്യൂസിക്കാണ്. ചുമ്മാ എന്നെ പടച്ചു വിടില്ലല്ലോ, ചുമ്മാ അങ്ങനെ പട്ടപ്പട്ടൊക്കെ വന്ന് പഠിച്ചു വിടുന്നില്ല. ക്ലാസ് ആയ രീതിയിൽ സീനിനോട് ഒത്തിച്ചേർന്ന് പോകുന്ന മ്യൂസിക്കാണ് ദീപക് ദേവിൻ്റെ. സിനിമയിലോട്ട് വരുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് L2E എമ്പുരാൻ നല്ല സിനിമയായിട്ടാണ് തോന്നുന്നത്. നല്ല ക്ലാസ് സിനിമയായിട്ടാണ് തോന്നിയത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഇതിനകത്തെ നരേഷനും സ്റ്റോറി ടെല്ലിങ്ങും, മുരളി ഗോപിയുടെ എഴുത്തും പിന്നെ ഇതിനകത്തുള്ള സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ അത് റിയാലിറ്റിയാണ് എഴുതി വെച്ചിരുന്നത്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരുന്ന വേറെ ആൾക്കാർ മഞ്ജു വാര്യരുണ്ട്, പ്രിയദർശിനി രാംദാസ്, ടൊവിനോ തോമസ്, ജതിൻ രാംദാസ് നല്ല രംഗം, സൈന അയ്യപ്പനുണ്ട്, നൈല ഉഷ, ജെറോം ഫ്ലേവർ മറ്റേ ഗെയിം ഓഫ് ത്രോൺസിലെ. സോ 2-3 ക്യാമിയോളൊക്കെ ഉണ്ട്. അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് വരുമ്പോൾ പാട്ടുകൾ ഇതിനകത്ത് രണ്ട് പാട്ടുകളുണ്ട്. അതൊക്കെ കുഴപ്പമില്ല, നല്ല ഇതാണ് കേൾക്കാൻ. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഡീസൻ്റ് ആയിട്ടാണ് പോയത്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ പെർഫോമൻസ്, കുരിശപരമായിട്ട് വരുന്ന ലാലേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുരിശപരമായിട്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് കുരിശപരമാക്കാൻ കുറച്ചും നല്ലത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ റോൾ ലാലേട്ടന് പറ്റിയ റോളാണ്. അത് വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത്ര നന്നായിട്ട് ചെയ്യാൻ. മഞ്ജു വാര്യർ ഞെട്ടിച്ചു വളരെയാണ് പ്രിയദർശിനി രാംദാസ്. ആൻഡ് വേറെ സായികുമാറും ബൈജുവും 2-3 തകർത്തുണ്ട്. ആൻഡ് വില്ലൻ അഭിമന്യു സിംഗ് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ, സൈദ് മസ്മൂദ്, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് ഈ സിനിമയ്ക്കകത്ത്. സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അതിനകത്ത് ഫോറസ്റ്റ് അല്ല, ഒരു ജംഗിൾ ഫൈറ്റ് ഉണ്ട്, ജംഗിൾ പൊളി. അതിനകത്തൊരു ഫൈറ്റ് സീൻ, അതൊക്കെ നല്ല ഇതാണ്. തിയേറ്ററിലൊക്കെ അത് നല്ല ആംബിയൻസ് ആണ് തിയേറ്ററിൽ. അതിനകത്ത് ഫൈറ്റ് കോറിയോഗ്രാഫി ആണെങ്കിലും പുറത്ത് മ്യൂസിക് ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എനിക്ക് ഈ സിനിമ ചിത്രമാണ് പറയാനുള്ളത്. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. ബൈ.